ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര ബൗണ്ടഡ് അല്ല എന്നുള്ളത്. ഇത് നമ്മൾ ഫിഗറിൽ നിന്ന് നോക്കിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഓൾജിബ്രൈക് പ്രോപ്പർട്ടിയോ ഓർഡർ പ്രോപ്പർട്ടിയോ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയും കൂടെ യൂസ് ചെയ്താണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബൗണ്ടഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നതിന് മുമ്പായിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് പറയുകയാണ്. ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്: n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n+1 ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയും ഉപയോഗിക്കുന്നുണ്ട്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദാറ്റ് if x is a real number, then there exists a natural number nx such that x less than nx. അതായത് ഏതൊരു റിയൽ നമ്പർ എക്സ് എടുത്താലും അതിനേക്കാട്ടിലും വലുതായിട്ട് ഒരു നാച്ചുറൽ നമ്പർ nx എക്സിസ്റ്റ് ചെയ്തിരിക്കും. ഇവിടെ nx എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാരണം ഒരു റിയൽ നമ്പർ എക്സ് എടുക്കുകയാണെങ്കിൽ ആ എക്സിന് കറസ്പോണ്ട് ചെയ്ത് ഒരു നാച്ചുറൽ നമ്പർ nx ഉണ്ട്. അതിനുവേണ്ടിയാണ് സഫിക്സ് ആയിട്ട് എക്സ് ഇട്ടേക്കുന്നത്. അതായത് x1 എടുക്കുകയാണെങ്കിൽ n1 എന്ന് നമുക്ക് പറയാം, x2 എടുക്കുകയാണെങ്കിൽ n2 എന്ന് പറയും. അതായത് എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കുമ്പോൾ nx എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ് കിട്ടുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് സഫിക്സ് ആയിട്ട് എക്സ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ പറയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് എബോവ് അല്ല. നമുക്കറിയാം റിയൽ നമ്പേഴ്സ് തന്നെ ബൗണ്ടഡ് എബോവ് അല്ല. അപ്പോൾ ഏത് റിയൽ നമ്പർ എടുത്താലും അതിനെക്കാട്ടിലും വലിയൊരു നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്തല്ല, ബൗണ്ടഡ് എബോവ് സെറ്റ് അല്ല. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അസേർഷൻ ട്രൂ അല്ല എന്നെടുക്കുന്നു. ഇവിടുത്തെ നമ്മുടെ അസേർഷൻ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പറിന്റെ എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ എക്സ് ഇസ് ലെസ് ദാൻ nx. അതായത് ഏത് റിയൽ നമ്പർ എക്സിനെക്കാട്ടിലും വലുതായിട്ട് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ അസേർഷൻ ട്രൂ അല്ല എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ലെസ് ദാൻ nx ആകുന്ന തരത്തിൽ ഒരു നാച്ചുറൽ നമ്പർ nx പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതായത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nx ഫോർ ഓൾ nx ബിലോങ്സ് ടു n. അതായത് ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും എക്സ് ലെസ് ദാൻ nx സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സ് ലെസ് ദാൻ nx സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nx. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ അസേർഷൻ ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഫോർ ഓൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. സോ അപ്പോൾ നമ്മൾ ഇത് അസ്യൂം ചെയ്യും, എന്നിട്ട് കോൺട്രഡിക്ഷൻ വരുത്തും, എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. സോ ദിസ് അസേർഷൻ ഈസ് ട്രൂ. എല്ലാ nxകളെക്കാട്ടിലും വലുതായിട്ട് ഒരു റിയൽ നമ്പർ ഉണ്ട്, അതാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ദാറ്റ് ഈസ് ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ഫോർ ദ റിയൽ നമ്പർ x. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? x ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ക്യാപിറ്റൽ എന്നിലെ ഏത് സ്മോൾ n എടുത്താലും ആ സ്മോൾ എന്നുകൾ എല്ലാം തന്നെ എക്സിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് അപ്പർ ബൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ച് പറയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n ഹാസ് എ സുപ്രീമം. ലെറ്റ് ദാറ്റ് സുപ്രീമം ബി u. അവിടെ അതിന്റെ റീസൺ കൊടുക്കുക. അതായത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്: റിയൽ നമ്പേഴ്സിന്റെ അപ്പർ ബൗണ്ട് ഉള്ള ഏത് നോൺ എംപ്റ്റി സെറ്റ് എടുത്താലും അതിനൊരു സുപ്രീമം കാണും. ഇവിടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അതിന് ഒരു അപ്പർ ബൗണ്ട് എക്സ് ഉണ്ടെന്ന് കണ്ടു. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം n ഹാസ് എ സുപ്രീമം. ആ സുപ്രീമത്തിനെ u ആയിട്ട് എടുക്കുന്നു. ഇനി u സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സുപ്രീമം ആയതുകൊണ്ട് യുവിൽ താഴെ വരുന്ന ഒരു നമ്പർ പോലും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ അപ്പർ ബൗണ്ട് ആകുകയില്ല. സോ ദിസ് ഇംപ്ലൈസ് u-1 ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് n. u-1 എന്നിന്റെ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് u-1നേക്കാട്ടിൽ വലുതായിട്ട് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലെ ഒരു എലിമെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ നാച്ചുറൽ നമ്പറിനെ നമുക്ക് m എന്ന് വിളിക്കാം. സോ ദിസ് ഇംപ്ലൈസ് there exists a natural number m such that u-1 less than m. അതായത് u-1നേക്കാട്ടിൽ വലിയൊരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്തിരിക്കും. And this implies u is less than m+1. But this is a contradiction. കാരണം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി വെച്ച് പറഞ്ഞിരുന്നു
എം ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ m+1 ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. നമുക്കിവിടെ കിട്ടിയത് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ അപ്പർ ബൗണ്ട് ആയ യുവിനെക്കാട്ടിലും വലിയതായിട്ട് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ m+1 എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷെ യു ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു ഇലമെന്റ് പോലും യുവിനെക്കാട്ടിലും മുകളിലാകരുത്. പക്ഷെ നമുക്കിവിടെ കോൺട്രഡിക്ഷൻ കിട്ടി. ആ കോൺട്രഡിക്ഷൻ കിട്ടിയത് നമ്മളുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. So we can say that our assumption that n less than or equal to x for all n is false. അപ്പോൾ ഈ അസംഷൻ തെറ്റായതുകൊണ്ട് നമുക്ക് പറയാം if x belongs to R then there exists a natural number nx such that x less than nx. Hence the proof. ഇവിടെ കോൺട്രഡിക്ഷൻ വന്നതിന്റെ റീസണോട് എഴുതുക. The reason is by inductive property m+1 is also a natural number and supremum u cannot be less than the natural number m+1. നിങ്ങൾ ഏത് കാര്യം എഴുതുമ്പോഴും അവിടെ അതിന്റെ റീസൺ കാണിച്ചിരിക്കണം. റീസണിന് മാർക്കുണ്ട്. അപ്പോൾ റീസൺ എഴുതിയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാവും. സോ നിങ്ങൾ ഏത് പോയിന്റ് എഴുതിയാലും അതിന്റെ റീസണോട് അതിന്റെ കൂടെ തന്നെ കാണിക്കണം.